ഇന്ന് നമ്മുടെ ഐഷാബിൻ്റെ മാരേജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ +2 ഗ്യാങ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേർക്കൊന്നും വരാൻ പറ്റില്ല, പക്ഷേ വരാൻ പറ്റുന്നവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ദർ ഈസ് നോ കോൺടാക്ട് ഓഫ് ബിറ്റ്വീൻ അസ്. പക്ഷെ നേരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്പെഷ്യൽ ബോണ്ട് എപ്പോഴും ഉണ്ടാവും ഗൈസ്. അതൊരു ഇൻഫിനിറ്റി എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഭയങ്കര ഒരു മഴ ദിവസമായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ ഫ്രണ്ട്സാണ് ലേറ്റ് ആവാൻ പാടില്ല, പക്ഷെ ഞങ്ങൾ കുറച്ച് ലേറ്റായി. ഞങ്ങൾ പോയപ്പോൾ പുതുപ്പെണ്ണിനെ കാണാൻ പറ്റില്ല. ലൈക്ക് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവൾ ഫുഡ് കഴിക്കാൻ പോയിക്കായിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം അവളെ കണ്ടു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അവളുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ വാച്ച് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കുള്ള ഗാനമേള ഞങ്ങളെ കുറച്ച് ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങളത് സഹിച്ച് അവിടെ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പിളി മിസ്സിനാണ്, ഞങ്ങളെ +2 പഠിപ്പിച്ച ടീച്ചറാണ് അമ്പിളി മിസ്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് മിസ്സിനെ. മിസ് വരുന്നത് തീരെ പ്രതീക്ഷയില്ല. അപ്രതീക്ഷിതമായി മിസ്സിനെ കണ്ടപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയി. ഞങ്ങൾ മിസ്സിൻ്റെ അടുത്ത് ഓടിച്ചെന്ന്. മിസ്സാണെന്നുണ്ടെങ്കിൽ മിസ്സിനും ഭയങ്കര സന്തോഷമായി. മിസ് പറയാൻ നന്ദനെ കുറേ ആയി കണ്ടതിൽ വളരെ സന്തോഷം. ഞാൻ എല്ലാവരും കൂടി വീട്ടിലേക്കൊക്കെ വരുന്ന പറഞ്ഞപ്പോൾ ഐ ഫീൽ ലൈക്ക് വെരി ബ്ലെസ്ഡ് എന്നൊക്കെ തോന്നി. അതിന് ശേഷം നമ്മളെല്ലാവരും കൂടി സ്റ്റേജിൽ കയറിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, അതേപോലെ ഗ്രൂപ്പ് സെൽഫീസൊക്കെ എടുത്തു. അതിന് ശേഷം നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്നും പോകാറുള്ള പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെയാണ് പോയത്. നമ്മുടെ ബെൻസി വില്ല അവിടേക്കാണ് പോയത്. അതിന് ശേഷം ഞങ്ങൾ കുറേ ട്രഡീഷണൽ ടൈപ്പ് ഓഫ് കുറേ ഫോട്ടോസ് എടുത്തിട്ടു. അവിടെ ചെന്നപ്പോൾ കാര്യമായിട്ട് എന്നെ അട്രാക്ട് ചെയ്തത് മയിലുകളായിരുന്നു. മയിലുകളുടെ സൗണ്ട് കേട്ടാൽ കുറച്ച് പേടിയായി, പക്ഷെ കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആ പീലി ഒന്ന് കൊഴിഞ്ഞു പോണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷെ കൊഴിഞ്ഞില്ല. അതിന്റെ ശേഷം കർമ്മയ്ക്ക് പോവാന്നായിരുന്നു പ്ലാന്. പക്ഷെ എന്താ അറിയില്ല, എന്റെ വണ്ടി കേട് വന്നു. എത്ര വട്ടമായി ഞാൻ അതിന്റെ പിന്നാലെ നന്നാക്കാൻ വെച്ചിട്ട് നടക്കണത്, പക്ഷെ കേട് വന്നു ഗൈസ്. അങ്ങനെ കിക്കർ അമർത്തിയിട്ടാണ് അത് ഓണായത്. ലൈക്ക് എനിക്കറിയൊന്നുമില്ല കേട്ടോ ഇങ്ങനെ സ്റ്റാർട്ടാക്കാൻ. സുറുമയുടെ ഉപ്പയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് സ്റ്റാർട്ടാക്കാൻ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എത്തി. അപ്പോഴൊന്നും എനിക്ക് ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല. അതാണ് ഞാൻ ക്ലിപ്പ് ആഡ് ചെയ്യാത്തത്. ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചു, കാരണം ഇത്രയും കിലോമീറ്റേഴ്സ് വന്നിട്ട് ബസ്സിൽ തിരിച്ചു പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അയ്യോ പോയി മൂഞ്ചിയ അവസ്ഥ അങ്ങനെ ഇരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.